നാദിറ, ഇത് ചരിത്രമുറങ്ങുന്ന തുറമുഖ നഗരം. ജൂതന്മാരും ലന്തക്കാരും പറങ്കികളും ഇവിടെ വന്നു. ഇതായിപ്പോ അഭയാർത്ഥികളായി നമ്മളും. ഇത്ര പെട്ടെന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ജെഡി. ജീവിതം ഒരു മഹാത്ഭുതമാണ് നാദിറ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് അതെപ്പോഴും നമുക്കായി കരുതി വയ്ക്കുന്നു. That's true. വെറും ഒരു ജയദേവനായി ഒരിക്കലും കേരളത്തിൽ നിന്നും ഒളിച്ചോടിയ ഞാൻ JD എന്ന ഇൻഡോ ആംഗ്ലിയൻ നോവലിസ്റ്റായി തിരിച്ചെത്തിയിരിക്കുന്നു. അതും വലിയൊരു അത്ഭുതം. അല്ല, അതൊരു ചെറിയ അത്ഭുതം മാത്രം. ആ നോവലിസ്റ്റിന്റെ കൂടെ സുന്ദരിയായ ഒരു യുവതിയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ വലിയ അത്ഭുതം. ഈ നഗരത്തിൽ എവിടെയെങ്കിലും ഒരു പഴയ ബംഗ്ലാവിൽ തൈക്കൂട്ടത്തിൽ മറിയങ്കോശി ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്തോ. എന്നേക്കുമായി നഷ്ടപ്പെട്ട മകളുടെ ഓർമ്മകളുമായി. ഒരുപക്ഷെ പുരാതനമായ ഏതെങ്കിലും പള്ളിക്കടുത്തുള്ള ശവകുടീരത്തിൽ she might be resting in peace. ഇല്ല ജെഡി, എന്റെ അമ്മാമ്മ മരിച്ചിട്ടില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവരെ കണ്ടെത്തണം. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കാണ്. കൃത്യമായൊരു മേൽവിലാസം ഉണ്ടായിരുന്നെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സ്വയം പരിഹരിച്ചോണം. ഡോണ്ട് എക്സ്പെക്ട് മീ ടു. നോക്കാം. Let's see. First, let us check into some good hotel. Good morning, sir. Morning. A double room. How many days, sir? 3. ചിലപ്പോൾ നീണ്ടേക്കും. 10,000 advance. Okay. You need me to fill up, no? Your good name, please, sir? I'm Devdas. My wife. Here. Thank you, sir. Okay. Okay, sir. Come. Excuse me, sir. Yeah? Are you the famous novelist JD? I'm afraid you're mistaken. I'm Das. Devdas. I'm sorry, sir. ഫോട്ടോ കണ്ട് ചായ തോന്നിയതാ. ആയിരിക്കും. There's a chance. ദേവദാസ് ആൻഡ് ഫാമിലി. എത്ര സുന്ദരമായ നുണ. അജ്ഞാതവാസം എന്ന് കേട്ടിട്ടുണ്ടോ നീ? ഇല്ല. മഹാഭാരതത്തിലെ കഥയാണ്. പാണ്ഡവന്മാർക്ക് കുറച്ചു കാലം ഒളിച്ചു താമസിക്കേണ്ടി വന്ന കഥ. അവരും ഹൈദരാബാദിൽ നിന്ന് ഗുണ്ടകളെ പേടിച്ചോടിയതാണോ? നിന്റെ നർമ്മബോധം ചിലപ്പോഴൊക്കെ എന്നെ അസൂയപ്പെടുത്താറുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ആസ്വദിക്കാവുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ. ഐ എം സോറി. കഥ തുടരൂ. കഥയല്ല, ജീവിതം. എൻ്റെ ജീവിതം
എത്രയോ കാലമായി അജ്ഞാതവാസമാണ്. മറ്റൊരു പേരിൽ, മറ്റൊരു സ്ഥലത്ത്, മറ്റൊരാളായി. പക്ഷേ ഈ ഒളിച്ചോട്ടം അത് വേണ്ടായിരുന്നു നാദര. ഡീപ് വിതൻ എൻ്റെ മനസാക്ഷി എന്നെ ഭീരു എന്ന് വിളിക്കുന്നു. എന്താ സാർ ഇത്? ഹൈദരാബാദിലെ ഏതെങ്കിലും ഒരു തെരുവിൽ കത്തിമുനയിലോ വെടിയുണ്ടയിലോ വണ്ടിക്കടിയിലോ ഒടുങ്ങാനുള്ളതല്ല JD എന്ന പ്രതിഭാശാലിയുടെ വിലപ്പെട്ട ജീവിതം. എൻ്റെ ശത്രുക്കൾ ഇപ്പോഴവിടെ വിജയം ആഘോഷിക്കുകയായിരിക്കും. അവരാരും നിങ്ങളുടെ ശത്രുത അർഹിക്കുന്നില്ല JD. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ആരാധികയുടെ ജീവിത ലക്ഷ്യം. But I feel shame. വിഷപ്പാമ്പുകളോടും ക്ഷുദ്രജീവികളോടും മല്ലിടാൻ നിന്നാലേ നിങ്ങളുടെ ചിന്തയും മനസ്സും ആയുസും ആ വഴിക്ക് ചോർന്നു പോകും JD. മറ്റൊന്നിനും നിങ്ങളെ കൊണ്ട് കൊള്ളാതെയാവും. JD എഴുതേണ്ട മനുഷ്യകഥകൾ ഒരിക്കലും എഴുതപ്പെടാതെ പോകും. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ തീവ്രമായ സൃഷ്ടിശക്തി അതെല്ലാം നശിച്ചു പോകും. നേടാനുള്ളതോ കുറെ വിഷജീവികൾക്ക് മേൽ വിലകെട്ട വിജയവും. അതും സംശയമാണ്. വരും തലമുറകൾ ആദരിക്കേണ്ട ഒരു പ്രതിഭാശാലി തെരുവ് പട്ടിയെപ്പോലെ ചത്തുപോകുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. നമുക്കിവിടെ ജീവിക്കാം. JD പറഞ്ഞതുപോലെ ഒളിവ് ജീവിതം, അജ്ഞാതവാസം. ശാന്തിയുടെ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ JD ഇനിയും മഹത്തായ കൃതികൾ എഴുതും. അതെനിക്ക് ഉറപ്പുണ്ട്. നല്ലത്. നിന്നെ രക്ഷിക്കട്ടെ നിന്റെ വിശ്വാസം. തർക്കിക്കുന്നില്ല. താങ്ക് യു സർ. അപ്പോ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. നമുക്ക് ഉടനെ പുറത്തിറങ്ങണം. നാദര, കൊച്ചി പോലൊരു മഹാനഗരത്തിൽ വെറും വീട്ടുപേരുകൊണ്ട് മാത്രം ഒരാളെ കണ്ടെത്താനാവോ? ആള് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ. നമുക്ക് അന്വേഷിക്കാം JD. തൈക്കൂട്ടത്തിൽ മറിയങ്കോശി അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടാവില്ലേ? റെഡിയാവും. നമസ്കാരം അച്ചു. ആരാ? ഞാൻ ജയദേവൻ. ഇതെൻ്റെ ഫ്രണ്ട് നാദിര. ഹലോ. ഞങ്ങള് ഹൈദരാബാദിൽ നിന്ന് വരുന്നു. എന്താ കാര്യം? അത് ഞങ്ങൾക്ക് തൈക്കൂട്ടത്തിൽ മറിയങ്കോശി എന്നൊരു സ്ത്രീയെ കണ്ടുപിടിക്കണം.
ഫാദറിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? മേൽവിലാസം ഉണ്ടോ? ഇല്ല, തൈക്കൂട്ടത്തിൽ മറിയം കോശി എന്ന പേര് മാത്രമേ അറിയൂ. കൊച്ചിയിലാണ് താമസം എന്ന് പറയാം. ഉം. കൊച്ചി എന്ന് പറയുമ്പോൾ കുറേ സ്ഥലമില്ലേ? ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, ഇടക്കൊച്ചി, അങ്ങനെ. ഈ തൈക്കൂട്ടത്തിൽ എന്ന വീട്ടുപേരെങ്കിലും ഫാദറിന് ഓർമ്മയുണ്ടോ? ഉം. ഞാൻ ഈ പള്ളി പുതിയ ആളാ. എൻ്റെ സ്ഥലം അങ്ങ് കുഴിമറ്റത്താ. ഈ പള്ളിയിൽ മുമ്പുണ്ടായിരുന്നൊരു അച്ഛനുണ്ട്, ഫാദർ പൗലോസ് മണപ്പള്ളി. പഴയ ആളാ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. അദ്ദേഹം ഇപ്പോൾ എവിടെ ഉണ്ട്? അദ്ദേഹത്തിനിപ്പോൾ സെൻറ് മേരീസ് മേഴ്സി ഹോമിൻ്റെ ചാർജാ. ദ്വീപിലാണ് താമസം. ദ്വീപിലേക്ക് നാളെ രാവിലെ പോവാം. അപ്പോ ഒരു ബോട്ടിങ്ങും കൂടെ ആയില്ലേ? കൊച്ചിയിലെ നമ്മുടെ ആദ്യത്തെ സന്ധ്യ. ബീച്ചിലേക്കൊന്ന് പോയാലോ? വേണ്ട ജെഡി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. മാത്രമല്ല ഡ്രസ്സൊക്കെ വേർത്ത് കുതിർന്നു. നല്ല വിശപ്പും. നമുക്ക് ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഹോട്ടലിലേക്ക് പോട്ടെ കേട്ടോ. ശരി സർ. That somehow came true, and I know tomorrow will still be the same. എന്തായാലും നമുക്കൊരു ക്ലൂ കിട്ടിയല്ലോ. എക്സ്ക്യൂസ് മീ, വാട്ടർ പ്ലീസ്. എനിക്കെന്തോ പ്രതീക്ഷയില്ല. ആ ഫാദറിനെ കണ്ട കാര്യം നടക്കും, എൻ്റെ മനസ്സ് പറയുന്നു. എന്തോ കണ്ടറിയണം. നിന്റെ മമ്മി വീടിനെയും നാടിനെയും സംബന്ധിക്കുന്ന യാതൊന്നും സൂക്ഷിച്ചു വെച്ചില്ല. ഐ ഹിഡൻ ട്രെയിൽ ടു യുവർ ആന്റിസിഡൻസ്. താങ്ക്സ്. നോ, ഇല്ല ജെഡി, ദാറ്റ് ഈസ് എ പിറ്റി. എൻ്റെ മമ്മി ഭൂതകാലം മായ്ച്ചു കളഞ്ഞു. എന്നോട് അതേപ്പറ്റി ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പപ്പയും അതേപ്പറ്റി ഒരിക്കലും പറഞ്ഞിട്ടില്ല. മമ്മിയുടെ പെട്ടീന് എനിക്ക് ആകെ കൂടെ കിട്ടിയത് ഈ പേരാണ്, മറിയം കോശി തൈക്കൂട്ടത്തിൽ. മമ്മിയുടെ വീട് മട്ടാഞ്ചേരിയിലാണെന്ന് തന്നെ ഒരു ആൻറ്റി പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. ഇത്ര അവ്യക്തമാണ് കാര്യമെന്ന് നീ ഹൈദരാബാദ് വെച്ച് പറഞ്ഞില്ലല്ലോ. യു ഗ്രോപ്പിംഗ് ഇൻ ദ ഡാർക്ക് നൗ. മട്ടാഞ്ചേരിയിൽ മമ്മിയുടെ വീടുണ്ട്, അവിടെ എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടല്ലേ ജെ ഡി ഇപ്പം എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ വരുമായിരുന്നോ? അവിടെ നിന്ന് ജെ ഡിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു എൻ്റെ ലക്ഷ്യം. അവൻ അവിടെ ഇരിക്കുന്നു. നീ ഇവിടെ ഇരിക്കായിരുന്നു. നിന്നെ ഞങ്ങൾ എവിടെല്ലാം തിരക്കി. എനിക്ക് നടക്ക. നിന്നെ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതില്ലടാ. ജെഡി പ്ലീസ് നോ, നമ്മൾ അതിലൊന്നും ഇടപെടണ്ട. Nadra, don't get into this. ജെഡി പ്ലീസ്, ഞാൻ പറയുന്നേക്കെ അവിടെ ഇരിക്കും. Okay. കഴിക്കേ. It's okay. I'm okay.
എന്താ ചിന്തിക്കുന്നേ? പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. പറഞ്ഞു നോക്ക്. നിന്നെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നെ കുറിച്ചോ? അതെ, നിന്റെ ജീവിതത്തെക്കുറിച്ച്. ഒരു മഹാന്റെ ചിന്താവിഷയമാകാൻ മാത്രം പ്രാധാന്യം എന്റെ ജീവിതത്തിനുണ്ടായല്ലോ. ഭാഗ്യം. തമാശയല്ല, എനിക്ക് കുറ്റബോധം തോന്നുന്നു. എന്തിന്? എൻ്റെ സൗഹൃദം നിന്റെ ജീവിതം നശിപ്പിക്കുകയാണോ എന്ന്. അതെങ്ങനെ? കാമുകിയും ഭാര്യയും അമ്മയുമൊക്കെയായി ജീവിച്ചു തീർക്കേണ്ട ഒരു വലിയ ജീവിതം നിന്റെ മുന്നിലുണ്ട്. പകുതി ജീവിതം തീർന്നവനാണ് ഞാൻ. ആടിയ വേഷങ്ങളിലെല്ലാത്തിലും തന്നെ പരാജയപ്പെട്ടവൻ. ജീവിതത്തിൽ എനിക്ക് ആരാധന തോന്നിയ ഏക വ്യക്തിയാണ് ജെഡി. കൂടുതൽ പരിചയപ്പെട്ടപ്പോ ആ ആരാധന സ്നേഹമായി മാറി. ആ സ്നേഹം എന്നോട് ആജ്ഞാപിക്കുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നു. ദാ ഇപ്പൊ തന്നെ ജെഡിയെയും കൊണ്ട് ഇങ്ങോട്ട് ഓടിപ്പോരാൻ എന്നോട് ആവശ്യപ്പെട്ടതും എൻ്റെ ഉള്ളിലെ ആ സ്നേഹമാണ്. ഞാനത് അനുസരിച്ചു, അത്ര തന്നെ. കുറ്റം എൻ്റേതാണ്. ആദ്യമേ ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. 20 വയസ്സിൻ്റെ വ്യത്യാസമാണ് നമ്മൾ തമ്മിൽ. ഞാനത് ഓർക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ സ്വാർത്ഥത അതിനനുവദിച്ചില്ല. നിന്റെ സൗഹൃദം ഞാൻ എന്നും ആഗ്രഹിച്ചു. അതായിരുന്നു എൻ്റെ ക്രിയേറ്റീവ് ഇൻസ്റ്റിഗേഷൻ. അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യായിരുന്നു. സ്വാർത്ഥത, എൻ്റെ സ്വാർത്ഥത. പിന്നെന്തിനാ ജെഡി കുറ്റബോധം? മാത്രമല്ല, ആ സൗഹൃദത്തിന്റെ പരിധി നമ്മൾ ഒരിക്കലും കടന്നിട്ടില്ലല്ലോ. നാദിറ, വസന്തം പോയി കഴിഞ്ഞ് വന്നു ചേർന്ന പക്ഷിയെപ്പോലെയാണ് നീ. ഇലകളും പൂക്കളും കൊഴിഞ്ഞു തീർന്ന മരം പോലെ ഞാൻ. നമ്മുടെ സൗഹൃദം ഈ ലോകം അനുവദിക്കില്ല. നോക്കൂ ജെഡി, നിങ്ങൾ ഈ പറഞ്ഞ ലോകം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാന്തമായി ഉറങ്ങുകയാണ്.